നമസ്കാരം. ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ കലാമാധ്യമങ്ങൾക്ക് വളരെ വലിയ പങ്കാണുള്ളത്. അതിൽ നാടകത്തിൻ്റെ പ്രാധാന്യം അതിലും മേലെയാണ്. നാടകം എന്നത് ഒരു ജൈവ കലയാണ്. ആ നാടകത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അഭിനേതാക്കളോടൊപ്പം അതിൻ്റെ സംവിധായകനുമാണ്. ഇന്ന് നമ്മുടെ അതിഥി നാടക സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായ ശ്രീ പ്രശാന്ത് നാരായണനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. എങ്ങനെയാണ് ഈ ഒരു നാടകരംഗത്തേക്ക് വന്നത്? എങ്ങനെയാണ് നാടകരംഗത്തേക്ക് വരുന്നത്? നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിലുള്ള ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ നാടകത്തിലേക്ക് ഞങ്ങളുടെ ബാച്ചിൽ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകങ്ങൾ ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിലെ ചില അധ്യാപകന്മാർ, ടോമി ആൻ്റണി സാറിനെ പോലെയുള്ളവരൊക്കെ അന്ന് കുട്ടികളെ കൂട്ടി നാടകം കളിക്കും. അന്ന് അങ്ങനെ അഭിനയിക്കുക എന്നുള്ളതും ഒക്കെയാണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് നാടകത്തിൽ വന്നു. പിന്നെ അന്നത്തെ സമയത്ത് നാടകം എഴുതാനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. നല്ലതോ ചീത്തയോ എന്നുള്ളതൊക്കെ പിന്നത്തെ പ്രശ്നമാണ്. ആരെയും അത്തരം കാര്യങ്ങളിൽ കെയർ ചെയ്യില്ലായിരുന്നു. അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രായവും കുട്ടിത്വമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി ചെറിയ ഒരു അരമണിക്കൂർ നാടകമൊക്കെ ആക്കി കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ സ്കൂളിൽ തന്നെ മത്സരിക്കും. അങ്ങനെ ഒരു രസകരമായിട്ടാണ് നാടകത്തിലേക്ക്. അപ്പോൾ അതൊരു നമ്മൾക്ക് നമ്മളല്ലാതെ ആയി മാറാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇത് എന്നാണ് എനിക്ക് അന്ന് തോന്നിയിരുന്നത്. കാര്യം നമ്മൾ കുഞ്ഞാണ്, നമുക്ക് ഏത് മാനസികാവസ്ഥയിലോട്ട് വേണോ പോകാം. അതൊരു ലൈസൻസാണ്. അപ്പം അത്തരമൊരു ലൈസൻസിനെ ഇഷ്ടമായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ആ സ്കൂളിൽ തന്നെ 10th ഒക്കെ ആയപ്പം നമ്മൾ സ്കൂളിൽ നാടകം ഞങ്ങളുടെ ഗ്രൂപ്പ് നാടകം നിരന്തരം വെളിയിൽ പോയൊക്കെ നമ്മൾ കൊച്ചിലെ നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ നാടകം കുറച്ച് സീരിയസ് ആവുന്നത് ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളോട് അടുക്കുമ്പോഴാണ്. അത് പെരുമ്പാവൂർ വെച്ചിട്ടാണ് അത്തരം ഒരു ഗൗരവ സമീപനം ഉണ്ടാവുന്നത്. പിന്നെ കഥകളി പോലുള്ളൊരു പശ്ചാത്തലം വീട്ടിനകത്തുണ്ടായിരുന്നു. അച്ഛൻ കഥകളി സാഹിത്യം ഉണ്ടായിരുന്നു. ഞാൻ കഥകളി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ വളരെ നമ്മൾ മനഃപൂർവ്വം ഒന്നിലേക്ക് വന്നതല്ല. എല്ലാം അതാത് സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെയാണ് നാടകം. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാലും ഈ മലയാളത്തിലെ നാടക പാരമ്പര്യത്തിന് തിരിച്ചൊരു ദിശാബോധം വന്ന ഒരു നാടകമുണ്ട്. അത് സാറിൻ്റെ ഛായാമുഖിയാണ്. പ്രത്യേകിച്ചും മലയാളികളുടെ കലാസ്വാദനത്തിൽ, നാടക ആസ്വാദനത്തിൽ ഒരു വ്യത്യസ്തതയും പുലർത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള അഭിനേതാക്കളിൽ നിന്നും വിഭിന്നമായി ഈ ഛായാമുഖിയുടെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് സിനിമയിൽ നിന്നും വന്നവരാണ്. അപ്പോൾ അവരെ വെച്ച് നാടകം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. ഛായാമുഖിയുടെ യഥാർത്ഥ പശ്ചാത്തലം യഥാർത്ഥത്തിൽ ഇത് വളരെ ഗൗരവമായിട്ട് ആദ്യം കൊല്ലത്തെ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്ന ഒരു വളരെ ജൈവ സ്വഭാവമുള്ള നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു സംഘമാണ് ഛായാമുഖി ആദ്യം അവതരിപ്പിച്ചത്. അപ്പോൾ അത് അവരൊരു 10-14 സ്റ്റേജുകൾ കളിച്ചു. അങ്ങനെ കളിച്ച് അതൊരു വളരെ പോസിറ്റീവായിട്ട് ആ നാടകത്തിനെക്കുറിച്ച് നാടക ലോകത്തിലുള്ളവർ, പ്രേക്ഷകർ, നിരൂപകർ ഇവരെല്ലാവരും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ശ്രദ്ധിച്ചു, അതിൻ്റെ അവതരണം ശ്രദ്ധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊല്ലത്ത് ഛായാമുഖി സോപാനത്തിൽ അവതരിപ്പിക്കുമ്പോൾ മുകേഷ് ഏട്ടൻ അത് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ലാൽ സാറും മുകേഷ് ഏട്ടനും കൂടി അവർക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റുന്ന ഒരു നാടകമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു. അവർ 5-6 കൊല്ലമായിട്ട് അത്തരമൊരു ടെക്സ്റ്റ് കിട്ടുമോ, ആൾക്കാരുടെ ആസ്വാദനക്ഷമതയെ ബൗദ്ധികമല്ലാതെ സമീപിക്കുന്ന നാടകം കിട്ടുമോ, ഇൻ്റലക്ച്വലി അല്ലാതെയുള്ള ആസ്വാദനക്ഷമമായ എന്നാൽ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫോക്കസ് ഛായാമുഖിലേക്കാണ് വന്നത്. ആ ഷോ കണ്ടിട്ട് മുകേഷൻ എന്നെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ ആ പ്രോജക്റ്റ് ഉണ്ടായി വരുന്നത്. ഒരുപക്ഷെ മലയാള നാടകത്തിൽ അന്ന് സംഭവിച്ചത് 2008 ഛായാമുഖി ചെയ്യുന്നത്. അന്ന് സംഭവിച്ച സത്യത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന അദ്വിതീയനായ കലാകാരൻ മലയാള നാടകരംഗത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി വരികയായിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിച്ചപ്പോൾ ഇതേ വിഷയം പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു ഐക്കണായിട്ടുള്ള ഒരാൾ തിയേറ്ററിൽ, അതും ഗൗരവമുള്ള തിയേറ്ററിൽ ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് പെട്ടെന്നൊരു അവെയർനെസ് തിയേറ്ററിനെ കുറിച്ച് വരുന്നു. പുതിയ തരം നാടകക്കാർക്ക് ജീവിക്കാനുള്ള ഒരു പരിസരം, ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിലേക്കൊക്കെ ഉയർത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു അറ്റംപ്റ്റായിട്ട് അത് തീർന്നിട്ടുണ്ട്. അതാണ് സത്യത്തിൽ ഛായാമുഖി കൊണ്ട് സംഭവിച്ചത്.
പിന്നെ ഈ ഛായാമുഖിതൻ്റെ നമ്മുടെ ഈ നാടക വായന അത് വളരെയധികം മങ്ങി നിന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ നമ്മുടെ ഈ ഛായാമുഖി ഇപ്പോൾ 2ാം പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ഈ ഇതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ നാടകത്തിന് എപ്പോഴും 2 ഘടകങ്ങളാണല്ലോ ഉള്ളത്. ഒന്നതിൻ്റെ ടെക്സ്റ്റും മറ്റതിൻ്റെ സബ് ടെക്സ്റ്റ്. അതിൻ്റെ ക്രിയാംശത്തിനെ നമ്മൾ ധ്വനിപാഠം എന്ന് പറയാം, അതിനെയാണ് സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും മലയാളത്തിൻ്റെ ഒരു നാടക സാഹിത്യ മേഖല അന്വേഷിച്ചാൽ നമ്മളൊരു പക്ഷേ വായിക്കാവുന്ന തരം നാടകങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ശങ്കരപ്രസാദിൻ്റെയൊക്കെ ഒരു ഇടപെടൽ വരുന്നത് വരെയുള്ള കാലവും നാടകം വായനയ്ക്കുതകുന്ന തരത്തിൽ കളിച്ചില്ലെങ്കിലും ആൾക്കാർ നാടകം എഴുതിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറി ക്രിയാംശം അന്വേഷിക്കുന്ന നാടകങ്ങളുണ്ടായി. അതുവഴി ശ്രീ ശ്രീകണ്ഠൻ നായർ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പോലും വായിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള നാടകങ്ങൾ. ഏതാണ്ട് ആ കാലഘട്ടത്തോടു കൂടി നാടകങ്ങൾ അച്ചടിക്കുന്ന സ്വഭാവം നമ്മുടെ പബ്ലിക്കേഷൻസിൻ്റെ ഇടയിൽ നിന്ന് പോയി. കാരണം നാടകം വാങ്ങിക്കാൻ ആളില്ല, ഇത് അച്ചടിച്ചാൽ വിൽക്കപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ സാമ്പത്തികമായി മുതൽ മുടക്കുന്ന ഒരാളിന് ഒരു നഷ്ടക്കച്ചവടം നടത്താനുള്ള പ്രവണത എപ്പോഴും കുറയുമല്ലോ. അതിനകത്ത് മൂല്യവത്തായ ഒരു ചിന്തയൊക്കെ ഉള്ളവർ എത്രയോ കുറവാണ്. പൈസ പോയാലും വേണ്ടില്ല, ഇത് നടക്കട്ടെ എന്നൊന്നും ചിന്തിക്കുന്നവരുടെ എണ്ണം എത്രയോ തോന്നും. പക്ഷേ ഛായാമുഖിക്ക് ആ കാലഘട്ടം ആ വർഷങ്ങളിലുണ്ടായ, പ്രത്യേകിച്ചും മോഹൻലാലിനെ പോലെ ഒരാളൊക്കെ ഒരു നടനൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയും അത് വളരെ പരക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അതിലുപരി ഇതിന് സംഗീത അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് 2003. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞാണ് മികച്ച രചനയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. പക്ഷെ അന്നൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ടൊക്കെ നടന്നെങ്കിലും അതൊന്നും നടന്നില്ല. അങ്ങനെ ആരും മുന്നോട്ട് വരാനൊന്നും ധൈര്യം കാണിക്കുന്നില്ല. ഒരുപാട് പേര് നാടകങ്ങൾ എഴുതുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രിൻ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം പ്രകാശന സമയത്ത് അവിടെ ആരോ സംസാരിച്ചു, 30 കൊല്ലത്തിന് ശേഷമാണ് മലയാളത്തിലെ ഒരു നാടകം ഒരു കെട്ടുറപ്പുള്ള പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പബ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്യുന്നത്. DC ബുക്സാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിനൊരു 2ാം പതിപ്പ് കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരമായ കാര്യം. അത് ഛായാമുഖിക്ക് സംഭവിച്ചതിലല്ല എനിക്ക് കൂടുതൽ സന്തോഷമുള്ളത്. നാടകം അത്തരത്തിൽ പരിഗണിക്കപ്പെടണം. നാടകം വായിക്കാവുന്ന കൂടി കലാരൂപമല്ലേ. അപ്പം അത്തരത്തിൽ ഒരു നാടക സാഹിത്യ വിഭാഗത്തിന് കൂടി ഇത് അങ്ങനെ എഴുത്തുകാരുടെ ഒരു നിര നമുക്കുണ്ട്. പക്ഷെ എത്രയോ നല്ല എഴുത്തുകാരുണ്ടെന്നറിയാമോ. അപ്പോൾ അവർക്കുമൊക്കെ ഇതൊരു എനർജി ആവണം. നാടകലോകം മൊത്തത്തിൽ ഉണരാൻ ഇതെല്ലാം ആവശ്യമാണെന്ന്. ഈ കഥകളി പഠനം ഈ നാടകയാത്രയിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? കഥകളി പഠിച്ച നാടകം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ആ പഠനം എന്നുള്ള ഒരു കാര്യം വേണമെന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. രണ്ട് സങ്കേതങ്ങളാണ്. അപ്പം കഥകളി പഠിച്ച് മറക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ക്ലാസിക്കൽ സ്കൂൾസ് പഠിച്ച് മറക്കണം കണ്ടംപററി ആയിട്ടുള്ള തിയേറ്ററുകാർ. കണ്ടംപററി ആയിട്ടുള്ള തിയേറ്ററുകാർക്ക് നല്ല പ്ലാറ്റ്ഫോം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ തിയേറ്ററിൻ്റെ എവിടെയെങ്കിലും ഒരു അഭ്യാസമോ ഒരു പരിചയമോ ഒക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഭാവനയുടെ ശക്തി വൈവിധ്യങ്ങൾ ഉണ്ടാക്കാൻ അത് ഉപകരിക്കും. നമ്മുടെ മനസ്സിന് സ്വതന്ത്രമായി ചിറക് വെച്ച് കെട്ടിക്കൊടുക്കുന്നത് പോലെയാണ് ട്രഡീഷണൽ ആർട്ട് എന്നൊക്കെ പറയുന്നത്. അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് ഗുരുകുലം പോലെ ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കാൻ പറ്റുന്ന, നമ്മളൊരു വളയത്തിൽ കൂടി ചാടിയിരിക്കുന്നു. അപ്പോൾ ആ വളയമില്ലാത്തൊരു ചാട്ടത്തിന് കുറച്ചും കൂടെ ശക്തി കൂടുമെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ. ഇത് എല്ലാവർക്കും ഈ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല.